അസ്സലാമലൈക്കും. കൊച്ചടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്ക. ചിക്കനിൽ 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് തേച്ച് 2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. സവാള 5 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് വറുത്തെടുക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ച് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും സവാളയും നന്നായിട്ട് വെന്ത് ചേരുന്നത് വരെയും വഴറ്റി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി സവാള വറുത്ത് വെച്ചേക്കണത് അതൊന്ന് പൊടിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് വറുത്തെടുക്കാം. അധികം അങ്ങോട്ട് മൂക്കണ്ട ചിക്കൻ. ഒരു 3/4 വേവ് ആവുമ്പോൾ എടുക്കുക. കുറച്ച് വേപ്പില, മല്ലിയില ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ഗ്ലാസ് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കനിൽ മസാല എല്ലാം ശരിക്കും പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് വെന്ത് ശരിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.